അപ്പൊ അത് ചെയ്ത് പിന്നെ ആ പടം റിലീസായി കഴിഞ്ഞിട്ട് ആസ് ഐ ടെൽ പീപ്പിൾ ഞാൻ ഉദ്ദേശിക്കാതെ സക്സസ് ആ പടത്തിന് കിട്ടിയ കാരണം മലയാളികളും അതുപോലെ കണ്ട് ഇവൻ ഇറ്റ് വാസ് എ തമിഴ് പടം മലയാളികളും അതുപോലെ കണ്ട് തമിഴ് ആൾക്കാർ ഓൾമോസ്റ്റ് എവറിബഡി സോ ദാറ്റ് ഫിലിം സോ ദ റെസ്പോൺസ് വാസ് ട്രിമെൻഡസ് അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് മലയാളത്തിലും കുറെ സ്റ്റോറീസും കുറെ സ്ക്രിപ്റ്റ്സ് വരാൻ തുടങ്ങിയപ്പം ഐ ബിക്കെയിം വെരി ചൂസി കാരണം എനിക്ക് അന്നേരം മനസ്സിലായി ദാറ്റ് യു നോ people still have a lot of expectations out of the movies I do. So I wanted to make a very sensible and the right choice. For correct varsham adinumai പക്ഷെ എന്നാലും ഐ തിങ്ക് വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് സ്ക്രിപ്റ്റ് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് റൈറ്റ് ആയിരിക്കും ചിലപ്പോൾ ഓഡിയൻസിന് അത് റൈറ്റ് ആയിട്ട് തോന്നില്ല എന്നും ആകാം പക്ഷെ ഐ ജസ്റ്റ് ഗോ ബൈ മൈ ഗട്ട് ഫീലിംഗ് ആൻഡ് വോണ്ട് ടു പിക്ക് എ റൈറ്റ് സബ്ജക്ട് പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഈ പ്രായത്തിനൊത്ത് കിട്ടുന്ന ക്യാരക്ടേഴ്സും കുറവാണ് very few filmmakers, very few scripts are catered towards women around my age. It's still very youth oriented. So adu karanam it is difficult for a good script to come along, but I'm ready to wait. Chelpo eniki role kittarambathekku njan oru velimachi aavayirikkum, but it is okay. Njan athra padangal cheyyunnilla. So when I don't do so many films, ഇപ്പൊ ഒരു കൊല്ലത്തിൽ തന്നെ നിങ്ങൾ ഒരു 4-5 പടം ചെയ്യുന്ന ആളാണെങ്കിൽ ചോയ്സ് വളരെ അധികമാണ് ബട്ട് I do just a film a year, I probably do a film in 2 years. So, when audience, avaru Nadiye കാണാൻ വരുമ്പം അവർക്ക് ചില you know, they have certain expectations. So, എനിക്ക് അത് വെച്ച് അവരെ ഡിസപ്പോയിന്റ് ചെയ്യണ്ട കാരണം ഞാൻ എം കുമരൻ ചെയ്തപ്പോഴും a bubbliness, they needed the bubbliness still in it. Alle ആ character ചിലപ്പം wouldn't have stood the way it did. You know, honestly speaking, ആ കാലത്ത് ഞങ്ങളെല്ലാവരും ബോംബെ ജനിച്ച് വളർന്ന കുട്ടികളായിരുന്നു. My parents had migrated to Bombay, I think, almost 50 years ago. So, ഞങ്ങള് ബോംബെയിറ്റ്സ് ആയിട്ടായിരുന്നു. വീട്ടിൽ മലയാളം സംസാരിക്കാന്നല്ലാതെ ഫ്രണ്ട്സും എല്ലാം വന്ന് were all non-Malayalis. പടങ്ങൾ കാണുന്ന പറഞ്ഞ ആ കാലത്ത് ഞങ്ങൾ കൂടുതലും കാണുന്നത് ഹിന്ദി പടങ്ങളായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ ചെറിയ ചെറിയ തിയേറ്ററിൽ there used to be Malayalam padam and I remember the excitement my parents used to have to go and watch one morning show at 10:30 somewhere in a theatre like Aurora in Matunga or you know somewhere like that but എന്നാലും ഞങ്ങൾ അത്ര പോയി പടങ്ങൾ കണ്ടിട്ടില്ല simply because we wouldn't follow it as much ഭാഷ മനസ്സിലാവുന്നല്ല അതിന്റെ you don't understand the movie and you don't understand the flavor സോ അങ്ങനെ അത്രയും കണ്ടിട്ടില്ല ഇൻഫാക്ട് ഞാൻ നോക്കത്താ ദൂരം ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മലയാളം പടങ്ങളിൽ ഞാൻ കൂടുതൽ കാണാൻ തുടങ്ങി അന്നത്തെ കാലത്ത് എന്റെ മലയാളം വാസ് നോട്ട് വെരി സ്ട്രോങ് ഈതർ സോ ഐ റിമെമ്പർ ഇപ്പോഴത്തെ വെൽ നോൺ ഡയറക്ടർ സിദ്ദിഖ് സർ യൂസ് ടു ബി മൈ കോച്ച് ബേസിക്കലി എല്ലാം ലൈൻസ് ഒക്കെ ഉണ്ടെന്ന് പുള്ളിക്കാരൻ എല്ലാം സീൻ കഴിഞ്ഞ് എന്റെ മുന്നേ ഇരുന്നിട്ട് അത് ബൈ ഹാർട്ട് ചെയ്യിക്കാനായിട്ട് ഹി യൂസ് ടു സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം വിത്ത് മീ ലാലേട്ടൻ സിദ്ദിഖ് ലാൽസ് കോമ്പിനേഷൻ ലാലേട്ടൻ ഓൾസോ യൂസ് ടു ബി അറൌണ്ട് ബട്ട് സിദ്ദിഖ് സർ വാസ് ദ വൺ ഹു യൂസ് ടു സ്പെൻഡ് മോർ ടൈം So, ആ സമയത്ത് ആക്ച്വലി ഞാൻ അത്രയും മലയാളം പടം കാണാതെ ഐ ഡോണ്ട് ഇവൻ ഞാൻ കേട്ടിട്ടുണ്ട് ഐ ഹവ് ഹേർഡ് ഓഫ് യു നോ ഷീല ചേച്ചി ഐ ഹവ് ഹേർഡ് ഓഫ് ശാരദ ചേച്ചി ബിക്കോസ് ദോസ് വർ ദ ഫിലിംസ് മൈ പേരന്റ്സ് യൂസ് ടു വാച്ച് പദ്മിനി ആന്റി ഞാൻ ആ പടം വന്ന് പദ്മിനി ആന്റിന്റെ കൂടെ കോമ്പിനേഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പം പദ്മിനി ആന്റി ഐ ന്യൂ ബിക്കോസ് ഐ ഹാഡ് വാച്ച്ഡ് മേരാ നാം ജോക്കർ ബട്ട് ഐ ഹാഡ് നോട്ട് വാച്ച്ഡ് എനി ഓഫ് മലയാളം ഫിലിംസ് സോ ഐ സെഡ് ഓക്കെ സോ at least a grandmother, very pretty looking, very cute looking grandmother. So that comfort level was very good. But then later on when there was an era of, Rani Mukherjee and Preeti Zinta and all those people, Hindi samet avarokke vanapam, of course. But Malayalam, when I come back to Malayalam, I think we have really very talented artists now. We have Kavya Madhavan, we have Meera Jasmine, we have Manju Warrier. All these artists were extremely, extremely talented. And when I see them, I think, boy, they know their craft so well. ഞങ്ങളൊക്കെ പടങ്ങൾ ചെയ്യുമ്പോൾ ഇറ്റ് വാസ് മോർ ഓഫ് ഫൺ പോയി ലൈൻസ് പഠിച്ച് വാട്ട് എവർ കെയിം നാച്ചുറലി ടു അസ് വി ഡിഡ് ഇറ്റ് അല്ലെ ഡയറക്ടർ എന്തോ ഗൈഡ് ചെയ്ത് നമ്മൾ ചെയ്യുമായിരുന്നു ബട്ട് ഐ തിങ്ക് ദീസ് ഗേൾസ് ആർ റിയലി വെരി വെരി ടാലന്റഡ് വി ഹാഡ് എ ജനറേഷൻ ഓഫ് ന്യൂ സ്റ്റാർസ് ജനറേഷന്റെ വ്യത്യാസം വന്ന് ആ ജനറേഷൻ വാസ് എൻ MTV generation. So our generation vannapam things were different. They were exposed to the MTVs, they were exposed to all the music channels and talk shows and television serials, all the American television serials. Appo ellarum outlook korchu mari. It was a generation of modern approach. So
പെമ്പിള്ളേരെ they used to dress up well. Actresses നല്ലോണം ഡ്രസ് ചെയ്യുമായിരുന്നു, നല്ലോണം they used to take care of their hair, they took care about how they looked. So അന്നേരം കുറെ പേര് വന്നായിരുന്നു. But I wouldn't say they imitated Nadia. It's a different generation altogether. Honestly speaking, ഞാൻ അങ്ങനെ വേറെ മലയാളം പടം കാണാത്ത സ്ഥിതിക്ക് എനിക്ക് ആ ചുറ്റുപാട് വന്നില്ല. And I really had to play myself. And I think that is what probably, Fazil sir saw in me. Like there was an instance when, I don't know if you know of this, but probably some of the audience do, is when Fazil sir originally came to meet us and talk about the script. One evening when he was there, he said, let's go for a walk. So Nyanum and his sister, Fazil sir, we went for a walk just down the lane. And later on, ഞങ്ങൾ പടം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഷൂട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഫാസിൽ സർ പറഞ്ഞ, there was one thing about you which I picked that evening, which I thought എനിക്ക് എന്റെ ഗേളി കിട്ടി. That was, ഞങ്ങൾ നടന്നുകൊണ്ട് പോകുമ്പോൾ he was generally trying to understand what are my hobbies, എന്തുവാ ചെയ്യാൻ ഇഷ്ടം, വായിക്കാൻ ഇഷ്ടമാണോ, കളിക്കാൻ ഇഷ്ടമാണോ, ഡാൻസ് ചെയ്യോ, ഇത് ചെയ്യോ, അത് ചെയ്യോ, ഇതൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ ഒരു ടീനേജ് ബോയ് ഓൺ ഹിസ് ബൈസിക്കിൾ he was passing by. അപ്പോൾ ഒരു കോമന്റ് അടിച്ചപ്പോൾ ഞാൻ തിരിഞ്ഞ് ഞാൻ അവന് ഒരു നോട്ടം നോക്കി. ആ നോട്ടം നോക്കിയതായിരുന്നു ഫാസിൽ അങ്കിൾ മനസ്സിലായത്. ഐ കോൾ ഹിം ഫാസിൽ അങ്കിൾ പേഴ്സണലി, ബട്ട് ഈസ് ഫാസിൽ സർ ഫോർ എവ്രി വൺ. ഹി അണ്ടർസ്റ്റുഡ് ദാറ്റ് ഹി ഗോട്ട് ഹിസ് ഗേളി. ആൾക്കാരുടെ മനസ്സിൽ ആ ഗേളി അങ്ങനെ ഇരുന്നുകൊണ്ട് അവർക്ക് നദിയ മൊയ്തു വേറെ രൂപത്തിൽ കാണണ്ടായിരുന്നു. സോ and I enjoyed it because that was me. എനിക്കത് എഫേർട്ട്ലെസ് ആയിരുന്നു. കാരണം ഞാൻ പറയുന്നത് അങ്ങ് ഈസി ആയിട്ട് വന്നേനെ. ഇപ്പൊ ഞാനൊരു വേറെ ക്യാരക്ടർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു സീരിയസ് ആയിട്ടൊരു ക്യാരക്ടർ ആണെങ്കിൽ എനിക്ക് അതിന് ഹോംവർക്ക് ചെയ്യണം, എന്റെ ബോഡി ലാംഗ്വേജ് മാറ്റണം. അതൊന്നും വന്നില്ല. 1-2 പടങ്ങൾ ഉണ്ടായിരുന്നു, ലൈക്ക് ഫോർ എക്സാമ്പിൾ ശ്യാമ ഒന്നിങ്ങി വന്നെങ്കിൽ, അതൊക്കെ ആണെങ്കിൽ അത് കുറച്ചും കൂടി സീരിയസ് ആയിരുന്നു. സോ ബട്ട് ഐ ലൈക്ക് ആ കുറച്ച് സീരിയസ്നെസ് വരുത്താനായിട്ട്. പക്ഷെ ആ സീരിയസ്നെസ് കാണിച്ചാലും ഫുൾ പടം എന്നെ സീരിയസ് ആയിട്ട് കാണിക്കുന്നില്ല. ചില ഭാഗങ്ങളേ ഉള്ളൂ സീരിയസ് ആയിട്ട് കാണിക്കുന്നത്, മറ്റേതെല്ലാം പഴയ ഗേളിന്റെ രൂപം തന്നെ. ഞാൻ വന്ന് ഐ ഡിഡ്ന്റ് ആക്ച്വലി ലുക്ക് അറ്റ് ബ്രേക്കിംഗ് എനി ട്രെൻഡ്. ഐ വാസ് നോട്ട് ദെയർ ടു പ്രൂവ് മൈ സെൽഫ്. ഐ ഗിവ് ദ ക്രെഡിറ്റ് ടു ഫാസിൽ സർ. കാരണം പുള്ളിക്കാരനായിരുന്നത് ഒരു ഫീമെയിൽ ഓറിയന്റഡ് പടം എടുത്ത്. ഫീമെയിൽ, ഇറ്റ് വാസ് നോട്ട് ഓൺലി നദിയ ബട്ട് ഇറ്റ് വാസ് പദ്മിനി ആന്റി ആസ് വെൽ. So there were 2 very strong females pulling the movie. Appa adarna inde ഏറ്റവും വലുത്. So he was the one who broke the trend. So I give him credit to do that. Adinu sesham then I was lucky to get that kind of a woman oriented film. Adu kayinittu it was easier for me to make the calls. Sometimes as women namak athrayum women oriented roles kittunnilla. പിന്നെയും ഹിന്ദിയിൽ അവർ കുറെ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. റീസെന്റ്ലി ഒരു പടം ഞാനിപ്പം കണ്ടായിരുന്നു കോൾ തിരക്കഥ, വിച്ച് വാസ് ബൈ ഡയറക്ടർ രഞ്ജിത്ത്. നോ ദാറ്റ്സ് എ കൈൻഡ് ഓഫ് റോൾ ഐ വുഡ് ഹാവ് സെഡ് വാവ്, അത് നമുക്കും ഏകദേശം ഗേൾ ഇൻ 20s 30s can easily do that role is what I thought. Very few films are written like that. I even like this other film Kayyappu. That was another interesting movie which he catered towards the middle-aged. സോ അങ്ങനത്തെ സ്ക്രിപ്റ്റ് വളരെ കുറവാണ് വരുന്നത്. യൂഷ്വലി അഫ്കോഴ്സ് ഇപ്പൊ നമ്മുടെ ഏജിലുള്ള പെണ്ണുങ്ങൾക്കാണെങ്കിൽ കൂടുതലും ദേ വിൽ ഹാവ് മദർ ക്യാരക്ടേഴ്സ്. ദർ ഇസ് നത്തിങ് റോങ്, വി ഗോട്ട് ഇറ്റ് ആബ്സല്യൂട്ട്ലി റോങ്. ഐ ഡോണ്ട് നോ വെദർ നമ്മുടെ മനസ്സാണോ അല്ലെ നമ്മുടെ മീഡിയ ഉണ്ടാക്കിയതാണോ അല്ലെ ഫിൽം മേക്കേഴ്സ് ഉണ്ടാക്കിയതാണോ. വി റിയലി ഡോണ്ട് നോ വൈ ദിസ് അമ്മ എന്ന് പറഞ്ഞ ഒരു ഇത്തിരി ഡെറോഗറേറ്ററി ആയിട്ട് അവരത് നോക്കുന്നത്. ഇന്നത്തെ അമ്മ ഇസ് നോട്ട് ദി അമ്മ ദാറ്റ് വി ഗ്രൂ അപ്പ്. Innatha Amma is a very independent woman. She is a fun-loving woman. She wants to look pretty. She wants to have a job and manage a family. So I think innatha kalam, ipo innatha 40s aanengi, it's the new 30s is what I look at it. So generation maaritunde, aalkar maaritunde, pennungade attitude maaritunde. ഞാൻ ഓഡിയൻസിന് ഒട്ടും ബ്ലെയിം ചെയ്യില്ല. കാരണം ഓഡിയൻസ് ഐ തിങ്ക് ആർ ഓൾവേസ് ഓപ്പൺ ടു വെറൈറ്റി. ഓഡിയൻസ് എപ്പോഴും ഹീറോ ഡോമിനേറ്റഡ് പടം കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു നോക്കത്ത ദൂരം വന്ന്. ദാറ്റ് ഡിഡ്ന്റ് അഫക്ട് ദം. ഐ തിങ്ക് നമ്മൾ കുറച്ചും കൂടി വ്യത്യാസമുള്ള ക്യാരക്ടേഴ്സ് നോക്കണം, വ്യത്യാസമുള്ള കഥകളോട്ട് നമ്മൾ വരണം. എന്നാലേ ഐ തിങ്ക് ഓഡിയൻസ് ക്യാൻ ഗെറ്റ് വെറൈറ്റി. It's easy for a person like Nadia to say that, write different characters.
പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ് പ്രൊഡ്യൂസറിന്റെ പൈസ അതിനകത്ത് മുഴുവനുള്ളത്. പുള്ളിക്കാരന്റെ വേർ ഹി വാണ്ട്സ് ടു ഇൻവെസ്റ്റ് ഹിസ് മണി ഇസ് വെരി ഇമ്പോർട്ടന്റ്. സോ ഇറ്റ്സ് എ വെരി ഫൈൻ ബാലൻസ്. ആരെങ്കിലും ഒരുത്തർ വന്ന് അത് ആ ഒരു എന്താ പറയുന്നത്, ആ ലിമിറ്റേഷൻസ് ഒന്ന് ബ്രേക്ക് ചെയ്യണം. എന്നിട്ട് അതൊരു സക്സസ്ഫുൾ തിയറി സക്സസ്ഫുൾ ആയിട്ട് വരികയാണെങ്കിൽ ദെൻ ആ ട്രെൻഡ് മാറും. പക്ഷെ അത് ആരുടെ മാറ്റുന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. I think ipa eniki challenging characters kittiya, I probably will do the roles much better than njan 20 vayasollappam cheythu. So because life, you've gone through so many experiences in life, adu thanne adoru learning experience ah. You're more observant. Aa kalathokke at least ippathulla 18-20 year olds are much more go getters. Avaru more ambitious. Avaru padangalu kore kaanum. Avaru they do their homework. Avaru character nallona study cheyum. അന്ന് കാലത്തൊക്കെ ഐ കൻ സ്പീക്ക് ഫോർ മൈസെൽഫ്, ഞാൻ പടം ചെയ്യുമ്പോൾ ജോലിയായിട്ട് വന്ന ഒരു 10 ലൈനൊക്കെ പഠിച്ച് ഞാൻ ഗേർലി സ്റ്റൈലിൽ ഞാൻ അഭിനയിച്ച് ഞാൻ അങ്ങ് പോവായിരുന്നു. ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് ദാറ്റ് വാസ് ഫോർച്യുനേറ്റ് ഇനഫ്. ബട്ട് ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഇന്നത്തെ കാലത്ത് ദേ പുട്ട് ലിറ്റിൽ മോർ എഫേർട്ട്. ആൻഡ് ഐ തിങ്ക് ആസ് വി ആർ ഗെറ്റിംഗ് ഓൾഡർ, ലൈഫ് ഇസ് ഈവൻ മോർ ചാലഞ്ചിങ് ആൻഡ് ഐ ലവ് ദ ചാലഞ്ച്. ഐ തിങ്ക് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫേസ് ടു ബി ഇൻ റൈറ്റ് നൗ. Honestly speaking, the biggest change I see njan padangal ottiri cheyyumbam about 20-25 years ago and today cheyyunna vyathyasam enikku ഏറ്റവും തോന്നിയത്, ഇന്നത്തെ കാലത്ത് unfortunately talent is not appreciated much. It's very much media and marketing. I think that's the way the world is moving today. So you go with the trend. But I personally think ellam padangalokke varumba there's too much hype. You are not leaving for the audience to decide. ഞങ്ങൾ ആക്ച്വലി നോക്കത്താദൂരം അങ്ങനത്തെ പടങ്ങളൊക്കെ ഞാൻ ശ്യാമ അതൊക്കെ ചെയ്യുമ്പം ആൾക്കാർ പോയി പടം കാണും, അവരൊരു ജഡ്ജ്മെന്റിലേക്ക് വരും. ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ യു ഹാവ് ടൺസ് ഓഫ് പ്രസ് ഷോസ്, ടൺസ് ഓഫ് പ്രൊമോഷൻസ്. അപ്പൊ ആൾക്കാരൊക്കെ ദേ ജസ്റ്റ് ഹോപ്പിംഗ് ദാറ്റ് ആ ഒരു ആഴ്ച എങ്ങനെയെങ്കിലും പടം ഓടിയാൽ മതി. ഇറ്റ്സ് ബിക്കം മോർ ഷോർട്ട് ലിവ്ഡ് ആൻഡ് ഐ തിങ്ക് പ്രോബബ്ലി പേസ് ഓഫ് ലൈഫ് ഇസ് ഫാസ്റ്റ്. ആൾക്കാർക്ക് അത്ര സമയമില്ല ഒരു പടം ഇനി വന്നു കഴിഞ്ഞിട്ട് പിന്നെ റിലീസ് ചെയ്തിട്ട് പിന്നെ അതിന്റെ ജഡ്ജ്മെന്റ് ചെയ്യാനായിട്ടുള്ള സമയം ആർക്കും ഇല്ല. അതുകൊണ്ടായിരിക്കും ആൾക്കാർ ഇത്രയും അതിന് പ്രീ റിലീസിന് ഇത്രയും എഫേർട്ട് ആൻഡ് സോ മച്ച് ഓഫ് മണി ഇസ് സ്പെൻഡ് ഓൺ ഇറ്റ്. ആൻഡ് ദാറ്റ് സംഹൗ ഐ തിങ്ക് ഇസ് വെരി ഓർക്കസ്ട്രേറ്റഡ്. I was in my late teens when I did Nokathaduram. But my father was always there with me. Always, and is still there with me. In the sense, ഞാൻ ഒരു ഷൂട്ടും ഇല്ല എന്റെ ഫാദറിനില്ലാത്ത ചെയ്യുന്നത്. ബിക്കോസ് മൈ ഫാദർ ആൻഡ് ഐ വി യൂസ്ഡ് ടു അന്നത്തെ കാലത്ത് കൂടി ഇരുന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സ്റ്റോറി കേൾക്കുക. ഹി യൂസ്ഡ് ടു മേക്ക് ദ ഫൈനൽ കോൾ. ബിക്കോസ് ഹി ന്യൂ ഒരു 18-19 വയസ്സുള്ള വിത്ത് സച്ച് എ മെയിൽ ഓറിയന്റഡ് ഇൻഡസ്ട്രിയിൽ ഷീ കനോട്ട് മേക്ക് ദ റൈറ്റ് കോൾസ്. And I respect what I am today. I solely give him the credit. Because he has made the right choices of films, of the way I should hold my character, the whole way I should do my, the characters I play on screen. കാരണം ഞാൻ പറഞ്ഞ പോലെ ആ പ്രായത്തിൽ നമുക്ക് മനസ്സിലാവില്ല. But it's a shame sometimes today when I see a lot of the youngsters who solely travel by themselves and make the decision by themselves. Because whatever said and done, ഏത് ജനറേഷൻ ആണെങ്കിലും ശരി, ഒരു 18-19 വയസ്സ് വരെ you can't have the experience of a 40-year-old. It's always a learning experience. It is okay, നമ്മൾ പറയും, to make children independent, you have to let them step out and make a few mistakes in their life. But what kind of mistakes do you intend them to make is the other thing. You can make small mistakes, it's fine, you learn a lot. But അതുപോലത്തെ എനിക്ക് ആ ഗൈഡൻസ് എപ്പോഴും ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ ഞാൻ ഇപ്പൊ എന്റെ ഒരു ഫാമിലി, എന്റെ ഹസ്ബൻഡ് ഉണ്ട്. ഐ ഹാവ് മോർ പീപ്പിൾ ടു ബൗൺസ് ഓഫ് മൈ ഐഡിയാസ് വിത്ത്. ഇപ്പോൾ സ്റ്റോറി കേട്ടാൽ തന്നെ ഞാനിപ്പോ എന്റെ മക്കളെ ഇരുത്തും, എന്റെ ഹസ്ബൻഡ് ഇരുത്തും. ഓഫ് കോഴ്സ് മൈ ഫാദർ ഇസ് ഓൾവേസ്, മൈ മദർ ഇസ് ദർ. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വന്ന് ഞങ്ങൾ ആ സ്റ്റോറി കേൾക്കുമ്പോൾ ദ കിഡ്സ് ആർ ദ ഫസ്റ്റ് വൺ ടു സേ യെസ് ഓർ നോ. നോ നോ നോ, വെരി ബോറിംഗ്, ഐ ഡോണ്ട് തിങ്ക് യു ഷുഡ് ഡു ഇറ്റ്, യു വോണ്ട് സൂട്ട് ദിസ്. ത്യാഗത്തിന്റെയും വിശ്വാസത്തിന്റെയും ഓർമ്മപ്പെടുത്തലായ ബക്രീദിന്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ വാരാന്ത്യ കൈരളിയുടെ ഈ അധ്യായം ആരംഭിച്ചത്. മഹാനായ ഇബ്രാഹിം നബിയുടെ ത്യാഗപാത പിന്തുടരുവാനും നമ്മുടെ വിശ്വാസങ്ങളിലും പ്രാർത്ഥനകളിലും മറ്റുള്ളവരെ കൂടി ഉൾപ്പെടുത്താൻ കഴിയട്ടെ എന്ന് ഏവർക്കും ആശംസകൾ.
അതെ, എല്ലാ പ്രേക്ഷകർക്കും ബക്രീദിന് ആശംസകൾ നേരുകയാണ്. ഇന്ന് അവധി ദിവസമാണ്. എല്ലാവർക്കും കുടുംബത്തിന്റെ കൂടെ സമയം ചെലവഴിക്കാനും നല്ല ഭക്ഷണം കഴിക്കാനും ഒക്കെ അവസരം ലഭിക്കുന്ന ഒരു ദിവസം കൂടിയാണിന്ന്. വാരാന്ത്യ കേരളയുടെ ഇന്നത്തെ അധ്യായം പൂർത്തിയാവുകയാണ്.